റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യുക്രൈൻ അംഗീകരിച്ചുവെങ്കിലും റഷ്യ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് സൂചനകൾ പുറത്തു വന്നു തുടങ്ങി. യുക്രൈൻ യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പാക്കേജ് എന്ന് വിളിക്കപ്പെട്ട ആശയത്തിന് മുന്നിൽ വ്ളാഡിമിർ പുടിൻ കാണിച്ച അവഗണന ലോകശക്തികൾക്കിടയിൽ വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. റഷ്യയുടെ നിലപാട് മറ്റാരുടെയും താല്പര്യത്തിന് വഴങ്ങുന്നതല്ല, പ്രത്യേകിച്ച് തന്റെ സ്വന്തം രാഷ്ട്രീയ സ്വാർത്ഥതയിൽ മുങ്ങി ലോകാവസ്ഥയെ കളങ്കപ്പെടുത്തുന്ന ഒരു നേതാവിന്റെ മുൻപാകെ. ട്രംപിന്റെ ഡീൽ മേക്കർ എന്ന പഴയ മുദ്രാവാക്യം ഇന്നത്തെ യാഥാർത്ഥ്യത്തിൽ പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുകയാണ്. പുടിൻ ലോക രാഷ്ട്രീയത്തിൽ കഠിന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നേതാവാണെങ്കിൽ ട്രംപ് അതേ യാഥാർത്ഥ്യത്തെ സ്വാർത്ഥ രാഷ്ട്രീയത്താലും സ്വപ്നങ്ങളാലും മാത്രം അളക്കുന്ന ഒരു രാഷ്ട്രീയ കഥാപാത്രം എന്നാണ് ഈ സംഭവ വികാസം തെളിയിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതുമായി ബന്ധപ്പെട്ട നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ചയാകുന്നത്. ആവശ്യമെങ്കിൽ അവസാനം യുക്രൈനിയക്കാരനും മരിക്കുന്നത് വരെ റഷ്യ പോരാടുമെന്നാണ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയത്. യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കുന്നത് വരെ സമാധാനം ഉണ്ടാകില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സമാധാന പദ്ധതി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഭാവി കരാറുകളുടെ അടിസ്ഥാനമാകണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. യുക്രൈൻ പിന്മാറിയില്ല എങ്കിൽ സൈനിക മാർഗത്തിലൂടെ ഭൂമി കൈവശപ്പെടുത്തുമെന്നും പുടിൻ വ്യക്തമാക്കി. ലുഹാൻസ്ക്, ഡൊണേറ്റ്സ്ക്, ഖേഴ്സൺ, സപ്പോറേഷ്യ പ്രദേശങ്ങൾ വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും പുടിൻ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും മാരകമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ സമീപാഴ്ചകളിൽ ശക്തമാക്കി. അമേരിക്കയെ കൂടാതെ പല യൂറോപ്യൻ രാജ്യങ്ങളും സമാധാന പദ്ധതികൾ മുന്നോട്ട് വെച്ചു. റഷ്യ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന പ്രദേശത്ത് നിന്ന് യുക്രൈൻ പിന്മാറുന്നതിൽ പരാജയപ്പെട്ടാൽ റഷ്യ സൈനിക ശക്തി ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പുടിൻ ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവസാന യുക്രൈനിയൻ സൈന്യവും മരിക്കുന്നത് വരെ പോരാട്ടം തുടരാൻ ചിലർ ആവശ്യപ്പെടുന്നുവെന്നും റഷ്യ അതിന് തയ്യാറാണെന്നുമായിരുന്നു പുടിന്റെ മുന്നറിയിപ്പ്. യുക്രൈൻ സൈന്യം അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്നും തുടർന്ന് പോരാട്ടം അവസാനിപ്പിക്കുമെന്നാണ് പുടിൻ പറഞ്ഞത്. യുക്രൈനി സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ തങ്ങൾ ഇത് സായുധ മാർഗങ്ങളിലൂടെ നേടുമെന്നും റഷ്യൻ സൈന്യം യുക്രൈനിൽ കൂടുതൽ വേഗത്തിൽ മുന്നേറുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് അവകാശപ്പെട്ടു. റഷ്യ യൂറോപ്പിനെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നില്ല എന്നും ഈ നിർദ്ദേശം പരിഹാസ്യമാണ് എന്ന് ആരും കരുതരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിഴക്കൻ യുക്രൈനിൽ ഇപ്പോഴും റഷ്യ ശക്തമായ രീതിയിൽ മുന്നേറ്റം തുടരുകയാണ്. അതേസമയം ഏകദേശം 4 വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം അമേരിക്ക വീണ്ടും തുടരുകയാണ്. യുക്രൈൻ സൈന്യം അവരുടെ കൈവശമുള്ള പ്രദേശങ്ങൾ വിട്ടുപോയാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നതാണ് റഷ്യയുടെ നിലപാട്. യുക്രൈനിന്റെ 1/5 പ്രദേശവും റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് യുക്രൈൻ പറഞ്ഞ അധിനിവേശ ഭൂമിയുടെ പ്രശ്നം സമാധാന പ്രക്രിയയിലെ പ്രധാന തടസ്സമായി മാറിയിരിക്കുകയാണ്. റഷ്യയുടെ നിലപാട് അമേരിക്ക കണക്കിലെടുക്കുന്നുണ്ടെങ്കിലും എന്നാൽ ചില കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പുടിൻ പറയുന്നത്. റഷ്യ യൂറോപ്പ് ആക്രമിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റഷ്യ അതിനും തയ്യാറാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. യുക്രൈനിന്റെ കിഴക്കൻ യുണൈറ്റ്സ് മേഖലയിലെ പോക്രോവ്സ്കിലും മിർനോഗ്രാഡിലും റഷ്യ യുക്രൈനിയൻ സൈന്യത്തെ വളഞ്ഞിട്ടുണ്ടെന്ന അവകാശവാദവും പുടിൻ ആവർത്തിച്ചു. എന്നാൽ യുക്രൈൻ ഇക്കാര്യം നിഷേധിക്കുകയാണ്. 2022 ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈനിൽ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. പലരും നാടുവിട്ടു പോവുകയും ചെയ്തു. ട്രംപ് മുന്നോട്ട് വെച്ച പാക്കേജിന് റഷ്യ ഒരു നിമിഷം പോലും വില നൽകാതിരിക്കുന്നത് ലോകത്തിലെ ശക്തി സമവാക്യങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമാക്കുന്നു. ലുഹാൻസ്ക്, ഡൊണേറ്റ്സ്ക്, ഖേഴ്സൺ, സപ്പോറേഷ്യ മേഖലകൾ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് അല്ലാതെ സമാധാനത്തിന്റെ പേരിൽ ഒന്നും നടക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ ട്രംപിന്റെ പാക്കേജ് ഒരു രാഷ്ട്രീയ നാടകം എന്നതിലപ്പുറം ഒന്നുമല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പുടിൻ ട്രംപിനോട് അനുകൂല മനോഭാവം കാണിക്കുമെന്ന് കരുതിയവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഇന്നത്തെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യത്തിൽ ട്രംപ് അവതരിപ്പിച്ച സമാധാന പാക്കേജ് തകർന്നടിഞ്ഞത് ഒരു സാധാരണ നയതന്ത്ര വീഴ്ചയായി മാത്രം കാണാനാകില്ല. അതൊരു നേതാവിന്റെ ദൗർബല്യവും മറ്റൊരാളുടെ ദൃഢ നിലപാടും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം കൂടിയാണ്. പുടിൻ ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അംഗീകരിക്കാത്തതും അവയെ പ്രാധാന്യം അർഹിക്കുന്നതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതും റഷ്യക്ക് സ്വന്തം മാർഗം തന്നെ ഏറ്റവും പ്രാധാന്യമാണെന്ന സന്ദേശം ലോകത്തിനു മുന്നിൽ മുദ്ര കുത്തുന്നു. ട്രംപ് വാക്കുകളിൽ വലിയ സമാധാന മുഖം കാണിക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ ഉള്ളടക്കം ശൂന്യമാണെന്ന് പുടിൻ തെളിയിച്ചു. യുക്രൈൻ പിന്മാറാതെ വന്നാൽ സൈനിക നടപടി ശക്തമാക്കുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചത് റഷ്യയുടെ നീക്കങ്ങളിൽ ഒരിക്കലും അനിശ്ചിതത്വമില്ല എന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം ട്രംപ് തന്റെ പരമ്പരാഗത ഡീൽ മേക്കർ ഇമേജ് ഉപയോഗിച്ച് ലോകം നിയന്ത്രിക്കാമെന്ന പഴയ ആശയത്തിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്.
അന്താരാഷ്ട്ര വേദിയിൽ ശക്തി പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും ഒരു പോരാട്ടം പോലും ശരിയായി നയിക്കാനാകാത്തതുവരെയായി ട്രംപ് തളരുമ്പോൾ പുടിൻ തന്റെ നിലപാട് ഉറപ്പിക്കുകയാണ്. ട്രംപ് ഉയർത്തുന്ന ഓരോ തന്ത്രവും പൊളിഞ്ഞു വീഴുമ്പോൾ ട്രംപിൽ അവശേഷിക്കുന്ന വിശ്വാസം കൂടി ലോക രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ നഷ്ടപ്പെടുകയാണ്. പക്ഷേ യുദ്ധം അത് അവസാനിക്കേണ്ടത് തന്നെയാണ്. അതിന്റെ അവസാന ഫലം എന്താകുമെന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ.